girls with their nails done. Girls with their nails done. Girls with their nails done. ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറായ KTM ലോകമെമ്പാടും വളരെയധികം ഫാൻസാണുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം അവരുടെ അൺകൺവെൻഷണലും റാഡിക്കലുമായ ഡിസൈൻ ഫിലോസഫിയും വർഷങ്ങൾ നിന്നിട്ട് റേസിംഗ് ലെഗസിയൊക്കെയാണ്. റോഡിലും ട്രാക്കിലും എന്തിനും മഡിലും വരെ കരുത്ത് തെളിയിച്ച വമ്പന്മാരാണ് KTM ലൈനപ്പിലുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് യൂറോപ്പിലെ വൺ ഓഫ് ദ ലീഡിംഗ് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറേഴ്സായി KTM മാറിയത്. റെഡി ടു റേസ് എന്ന ടാഗ്ലൈനുമായിട്ട് KTM ഇന്ത്യയിലേക്ക് എത്തുന്നത് 2012 ഇന്ന് നമ്മുടെ കൂടെയുള്ളത് KTM ഇന്ത്യയിലെ ആദ്യത്തെ മോഡലായ ഡ്യൂക്ക് 200 BS6 വേർഷനാണ്. യു ആർ വാച്ചിങ് ഓട്ടോ ബീയിങ് ലെറ്റ്സ് ബ്രീത്ത് ഓട്ടോ. ഒറ്റ നോട്ടത്തിൽ ഡ്യൂക്ക് സീരീസിലെ 125, 200, 250, 390 ഇവയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവയെല്ലാം ഒരേ ഡിസൈൻ ലാംഗ്വേജാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ KTM ദ ബീസ്റ്റ് എന്ന് വിളിക്കുന്ന 1290 സൂപ്പർ ഡ്യൂക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് ഒരു KTM ഫാൻ ബോയ്ക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഡ്യൂക്ക് ലൈനപ്പിൽ ഹാലജൻ ഹെഡ്ലൈറ്റ് വരുന്നത് ഡ്യൂക്ക് 200-നും 125-നും മാത്രമാണ്. എന്നാലും ഹെഡ്ലാമ്പ് വിസിബിലിറ്റി മികച്ചതാണ്. രാത്രിയിൽ ഒരു വൈഡ് ഏരിയ ഹെഡ്ലാമ്പ് കവർ ചെയ്യുന്നുണ്ട്. DRLസും ക്ലിയറൻസ് ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും LED ആണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻ സെറ്റപ്പ് വരുന്നത് ഫ്രണ്ടിൽ WP-യുടെ 43mm USD ഫോക്സും ബാക്കിൽ WP-യുടെ മോണോഷോക്കുമാണ്. അലോയ് വീൽസിന് KTMന്റെ സിഗ്നേച്ചർ കളറായ ഓറഞ്ചാണ് നൽകിയിരിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABSോടുകൂടി ഡിസ്ക് ബ്രേക്സ് ആണ് 15 വീൽസിന് സ്റ്റോപ്പിംഗ് പവർ കൊടുക്കുന്നത്. എഞ്ചിൻ കൗൾ BS6ന്റെ ഭാഗമായി വന്ന കാറ്റലിറ്റിക് കൺവേർട്ടറിനെ കവർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അണ്ടർബെല്ലി എക്സോസ്റ്റ് BS4ലേതുപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. KTMന്റെ ഐഡന്റിറ്റിയായ എക്സ്പോസ്ഡ് ഡ്രിൽസ് ഫ്രെയിമിന് ബ്ലാക്കും വൈറ്റും കളർ കോമ്പിനേഷനാണ് സെറാമിക് വൈറ്റ് എന്ന ഈ കളർ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കളർ വേരിയന്റ് ഉള്ളത് ഇലക്ട്രോണിക് ഓറഞ്ചാണ്. ആകെ 2 കളർ ഓപ്ഷൻ മാത്രമാണുള്ളത്. വൈറ്റ് മോണോഷോക്കിന് മഡ് ഫ്ലാപ്പ് കൊടുത്ത ഒരു യൂസ്ഫുൾ അഡീഷൻ ആയിട്ട് തോന്നി. സ്റ്റെബിലിറ്റി കൂട്ടാനായി ഡൈകാസ്റ്റ് അലുമിനിയം സ്വിങ്ങാമാണ് കൊടുത്തിരിക്കുന്നത്. പില്ലിയൻ ഗ്രാബറിൽ വലുപ്പമുള്ളതുകൊണ്ട് പില്ലിയനെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കാം. ലഗേജ് ടൈ ചെയ്യാനും ഇത് എളുപ്പമാക്കും. ഇഗ്നിഷൻ കീ ഹോൾ ടാങ്കിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സ് വൈഡ് ആണെങ്കിലും കുറച്ച് ഹാർഡാണ്. ഹാൻഡിൽ ബാർ വൈഡാണ്. ഈ ഹാൻഡിൽ ബാർ വെയിറ്റ് കൊടുത്തിരിക്കുന്ന ആക്സസറിയാണ്, സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് അല്ല. സീറ്റും പൊസിഷൻ നോക്കിയാൽ ഹാൻഡിൽ ബാറിലേക്ക് നമ്മൾ ചെറുതായിട്ട് ലീൻ ചെയ്താണ് ഇരിക്കുന്നത്. അധികം സ്പോർട്ടി അല്ല. ഫുഡ് പെഗ് വരുന്നത് കുറച്ച് റയറസ്റ്റാണ്. മുട്ട കറക്റ്റായിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രീവിയസ് ജനറേഷൻ ഡ്യൂക്ക് 200-ൽ ടാങ്ക് എക്സ്റ്റൻഷനിൽ മുട്ട് തട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഹൈറ്റ് കൂടിയ ആളുകൾ. 176 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള എനിക്ക് 2 സൈഡിലും പ്ലാന്റഡ് ഫുഡ് ലഭിക്കുന്നുണ്ട്. റിയർ വ്യൂ മിറേഴ്സ് മറ്റ് ഡ്യൂക്ക് മോഡൽസിലുള്ളതാണ്. ഇതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ വിസിബിൾ ഏരിയയും കുറവാണ്. സ്വിച്ച് ഗിയേഴ്സ് ഒന്ന് നോക്കാം. ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, എൻജിൻ സ്റ്റാർട്ടർ ബട്ടൺ, എൻജിൻ കിൽ സ്വിച്ച്, ഇത്ര സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം ബാക്ക്ലൈറ്റ്. ഒരുപാട് ഇൻഫർമേഷൻ കൊണ്ട് ഫീച്ചർ പാക്ഡ് ആണ് ഇൻസ്ട്രുമെന്റ് കൺസോൾ. ഇതിൽ നമുക്കൊരു ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഫ്യൂൽ റേഞ്ച്, ടൈം, ഫ്യൂൽ ഗേജ്, എൻജിൻ കൂളന്റ് ടെമ്പറേച്ചർ ഇത്രയും ഇൻഫർമേഷനാണ് ആദ്യത്തെ സ്ക്രീനിൽ ലഭിക്കുന്നത്. കൂടാതെ സർവീസ് റിമൈൻഡർ, ആക്ച്വൽ ഫ്യൂൽ കൺസംപ്ഷൻ, ഫ്യൂൽ റേഞ്ച്, 2 ട്രിപ്പ് മീറ്റേഴ്സ്, ട്രിപ്പ് ടൈം, ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂൽ കൺസംപ്ഷൻ ഇത്രയുമാണ് വിവരങ്ങളുള്ളത്. ഇതിൽ ABS എന്ന് കാണിച്ചിരിക്കുന്ന ABS മോഡാണ്. ഇതിൽ ABS മോഡ് വരുന്നത് റോഡ് മാത്രമാണ്. 250-ക്കും 390-ക്കും സൂപ്പർ മോട്ടോ എന്നൊരു മോഡ് കൂടി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ബാക്കിലെ ABS സ്വിച്ച് ഓഫ് ചെയ്യാനാവും. ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ട്രിപ്പ് F എന്നൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇത് ഫ്യൂൽ റിസർവ് ആകുമ്പോൾ തന്നെ സ്റ്റാർട്ടാവും. പില്ലിയൻ റൈഡറുടെ സീറ്റിംഗ് പൊസിഷൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഗ്രാബ് റെയിലിൽ ഹോൾഡ് ചെയ്യാനും ഈസിയാണ്. എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. I think the girls with their nails done now. Girls with their nails done now. 200 ഡ്യൂക്കിൻ്റെ 199.5cc എഞ്ചിൻ 25.83 PS പവറും 19.5 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡീസൻ്റായ ലോ എൻഡും സ്ട്രോങ് ആയ മിഡ് റേഞ്ചും ടോപ്പ് എൻഡുമാണ് ഈ എഞ്ചിൻ്റെ പ്രത്യേകത. എക്സലൻറ്റ് പവർ ഡെലിവറിയാണ് ഓരോ RPM റേഞ്ചിൽ ലഭിക്കുന്നത്. ഗിയർ ഡൗൺ ചെയ്ത് ത്രോട്ടിൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു പവർ സർജ് ഫീൽ ചെയ്യും. ഈ ഒരു പവർ സർജ് നിങ്ങളെ ടോപ്പ് എൻഡിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും. ഒട്ടും ലാഗ് ഇല്ലാതെ തന്നെ ടോപ്പ് എൻഡിലേക്ക് എത്താനും സാധിക്കും. ഈസിയായി ടോപ്പ് എൻഡ് റീച്ച് ചെയ്യുന്ന ഒരു എഞ്ചിൻ ബിഗിനേഴ്സിന് റിസ്ക്കിയാണ്. ഈ എഞ്ചിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഷാസി കൂടി ആകുമ്പോൾ
പല ബിഗിനേഴ്സിനും ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ചെയ്യാൻ ടെംപ്റ്റേഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ഡ്യൂക്കിലേക്ക് നോക്കിയാൽ മതി എന്നാണ് എൻ്റെ സജഷൻ. സുപ്പീരിയർ റിഫൈൻമെൻറ്റ് എഞ്ചിൻ്റെ സ്ട്രോങ് പോയിൻ്റ് അല്ല, എപ്പോഴും മൈന്യൂട്ട് വൈബ്രേഷൻസ് ഫുഡ് പെഗിൽ അറിയുന്നുണ്ട്. 8000 RPM ക്രോസ് ചെയ്യുമ്പോഴാണ് വളരെയധികം വൈബ്രേഷൻ സീറ്റിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. ക്ലച്ച് മോഡറേറ്റ്ലി ലൈറ്റാണ്. ഈ പ്രൈസ് റേഞ്ചിൽ KTM ഡ്യൂക്ക് 200 സ്ലിപ്പർ ക്ലച്ച് നൽകാത്ത സർപ്രൈസിംഗ് ആയി തോന്നി. ഇതുണ്ടായിരുന്നെങ്കിൽ ക്ലച്ച് ബോൾ കുറച്ചുകൂടി ലൈറ്റ് ആയേനെ. ഹൈ റബിങ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അഗ്രസീവ് ഡൗൺ ഷിഫ്റ്റിൻ്റെ സമയത്ത് വീൽ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഗിയർ ഷിഫ്റ്റ്സ് എല്ലാം പ്രിസൈസ് ആണ്. ഫോൾസ് ന്യൂട്രൽസ് ഒന്നും വീഴുന്നില്ല. എന്നാൽ ജാപ്പനീസ് ഗിയർ ബോക്സ് പോലെ അത്ര സ്മൂത്ത് അല്ല. ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 200 ഫേസ് ചെയ്ത ഹീറ്റിംഗ് ഇഷ്യൂ ഇതിൽ കുറവാണ്. ട്രാഫിക്കിലൊക്കെ നിർത്തിയിടുമ്പോൾ മാത്രമാണ് ചെറിയ ഹീറ്റ് കാലിലേക്ക് ഫീൽ ചെയ്യുന്നത്. 80 to 90 kmph അധികം വൈബ്രേഷൻസ് ഇല്ലാതെ ക്രൂസ് ചെയ്യാം. എങ്കിലും 70 kmph കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ വിൻ ബ്ലാസ്റ്റ് അറിയുന്നുണ്ട്. ഡ്യൂക്ക് 200 പിടിച്ചെടുത്താൻ ആവശ്യമായ സ്റ്റോപ്പിംഗ് പവർ ഫ്രണ്ടിലെയും ബാക്കിലെയും ഡിസ്ക് ബ്രേക്സ് തരുന്നുണ്ട്. ബ്രേക്കിങ്ങിൽ നല്ല ബൈറ്റും ഫീഡ്ബാക്കും ലഭിക്കുന്നുണ്ട്. സസ്പെൻഷൻ ഒരുപാട് സോഫ്റ്റോ ഒരുപാട് ഹാർഡോ അല്ല, ഒരു മീഡിയം സെറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കംഫർട്ടിനെയും ഹാൻഡ്ലിങ്ങിനെയും സാരമായി ബാധിച്ചിട്ടില്ല. മോശം റോഡും കുഴികളും ഒക്കെ നല്ല രീതിയിൽ സസ്പെൻഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. വലിയ കുഴികളും കട്ടിങ്ങുകളും ഒക്കെ വരുമ്പോൾ മാത്രമാണ് റൈഡ് അൺകംഫർട്ടബിൾ ആകുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതുകൊണ്ട് ഹമ്പുകളിലേക്ക് കയറുമ്പോൾ അണ്ടർബെല്ലി സ്ക്രീപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പില്ലും കൂടി ഉള്ളപ്പോൾ. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളരെ സൂക്ഷിച്ച് വേണം റൈഡ് ചെയ്യാൻ. KTM ഡ്യൂക്ക് 200 ക്രീപ്പ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗിയറിൽ 7 km/h സ്പീഡിൽ ബൈക്ക് ത്രോട്ടിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഗിയറിൽ ഇത് സാധ്യമാണ്. ട്രാഫിക്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ടേണിംഗ് റേഡിയസ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഒരുപക്ഷെ ടാങ്കിൻ്റെ എക്സ്റ്റൻഷൻസ് കൊണ്ടായിരിക്കാം ഇത്. ബൈക്കിന് വെയിറ്റ് അധികം ഫീൽ ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് സൈഡിലേക്ക് ലീൻ ചെയ്ത് കോർണേഴ്സിലേക്ക് എൻ്റർ ചെയ്യാനും സിറ്റി റൈഡിങ്ങിൽ ട്രാഫിക്കിലൂടെയൊക്കെ ഫിൽട്ടർ ചെയ്ത് പോകാൻ ഈസിയാണ്. ടൈറ്റ് പാർക്കിങ്ങിൽ തള്ളി നിൽക്കാനും ബുദ്ധിമുട്ടില്ല. സീറ്റ് കുറച്ച് ഹാർഡായതുകൊണ്ട് അധിക നേരം റൈഡ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സർവീസ് ആദ്യം 1000 കിലോമീറ്ററിലും ബാക്കി സർവീസ് ഓരോ 7500 കിലോമീറ്ററിലുമാണ്. ഫസ്റ്റ് സർവീസ് കോസ്റ്റ് വരുന്നത് ഏകദേശം 1400 രൂപയാണ്. ബേസിക് വാറണ്ടി കവറേജ് 2 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ്. റൈഡിംഗ് സ്റ്റൈലിനനുസരിച്ച് 38 km/ലിറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാം. 13.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വെച്ച് ഏകദേശം 513 കിലോമീറ്റർ വരെ ടാങ്ക് റേഞ്ചും കണക്കാക്കാം. കേരളത്തിലെ 200 ഡ്യൂക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ഏകദേശം 1.85 ലക്ഷം രൂപയാണ്. മറ്റ് 200cc ബൈക്കുകളേക്കാൾ എക്സ്പെൻസീവ് ആണ് ഡ്യൂക്ക് 200, പ്രൈസ് കൊണ്ടും മെയിൻ്റനൻസ് കോസ്റ്റ് കൊണ്ടും. 250cc സെഗ്മെൻറ്റിലെ ബൈക്കുമായിട്ടാണ് ഡ്യൂക്ക് 200 പ്രൈസ് കൊണ്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് പ്രീമിയത്തെ KTM ജസ്റ്റിഫൈ ചെയ്യുന്നത് അവരുടെ ഇൻ്റർനാഷണൽ ബ്രാൻഡ് വാല്യൂ കൊണ്ടും ക്വാളിറ്റി കൊണ്ടും പെർഫോമൻസ് ഫോക്കസ് കൊണ്ടുമാണ്. നിങ്ങൾ ഈ പ്രൈസ് പ്രീമിയം ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ഫൈറ്റർ നേക്കഡ് സ്പോർട്സ് ബൈക്കാണ്. നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടൊരു റൈഡറാണെങ്കിൽ KTM എന്ന ബ്രാൻഡിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ് ഡ്യൂക്ക് 200. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. See you soon and ride safe.